ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗോൾഫ് തീം കേക്കുമായിട്ടാണ് വരുന്നത്. ഓവനും ഫോണ്ടൻറ്റും ഒന്നുമില്ലാതെ നല്ല ഉഗ്രൻ തീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ മാംഗോ ഐസിങ്ങുമാണ്. അപ്പം മാംഗോ ഐസിങ്ങും ഗോൾഫ് തീമും കൂടെ വെച്ചിട്ടുള്ള കേക്ക് റെസിപ്പി നോക്കിയാലോ. കേക്കിനായിട്ട് 2 സ്പോഞ്ചാണ് ചെയ്യുന്നത്. 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 8 ഇഞ്ച് കേക്കാണ്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് ആ 3 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുകയാണ്. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ചു ഉപ്പിട്ട് 3 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നതെല്ലാം മിക്സായി വരാൻ നല്ല സോഫ്റ്റും ആയിരിക്കും കേക്ക്. അതിനായിട്ടാണ് 3 പ്രാവശ്യം അരിക്കുന്നത്. അരിച്ച് മാവ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ചരുവത്തിൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ 4 എഗ്ഗ് പൊട്ടിച്ചിടുകയാണ്. അത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം നമുക്ക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ 1/4 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ മാംഗോ എസൻസുമാണ് ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാംഗോ സ്പോഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മാംഗോ എസൻസ് കൂടുതൽ ഒഴിക്കുന്നത്. മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വാനില എസൻസും കൂടെ അതിൽ ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബീറ്ററിൻ്റെ സ്പീഡും ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ നല്ല ബീറ്റായി വരും. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടത്തുള്ളൂ. സ്പീഡ് എത്തി കൂട്ടി ഇട്ട് കൊടുക്കണം. നല്ല മിക്സായി ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിലിട്ട് പിന്നെ കൂടുതൽ മിക്സ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മാവ് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അതിൽ ഉണ്ട കെട്ടിപ്പോവുകയൊക്കെ ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ഇളക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ മുട്ട താന്നു പോവും. അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ടിയായി പോവും. അതിനാണ് നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വുഡ് തവി വെച്ചാണ് ഇതൊന്ന് ഇളക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കാൻ നല്ല എളുപ്പമുണ്ട്. നല്ല മിക്സായതിനു ശേഷം എല്ലാ മാവ് നമ്മളിട്ട് നല്ല മിക്സായി ഈ പരുവാകുമ്പോഴത്തേക്കും അതിൽ കുറച്ച് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കണം. കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പതുക്കെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. 8 ഇഞ്ചിൻ്റെ ഒരു ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിൽ ഗ്രീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഒരു സ്റ്റിക്കോ ടൂത്ത് പിക്കോ ഒക്കെ വെച്ച് പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബബിൾസൊക്കെ അകത്തുള്ളത് പുറത്ത് വന്ന് പൊട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അകത്ത് ഹോളായിട്ടിരിക്കും. കേക്ക് വേവുമ്പോഴത്തേക്ക് അകത്ത് നല്ല ഹോളായിട്ടിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കട്ടിയുള്ളൊരു ചരുവത്തിൽ ഈ ഒരു റിങ് വെച്ച് അതിനകത്താണ് കേക്ക് വയ്ക്കുന്നത്. കുറച്ച് ഒരു 5 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വയ്ക്കണം. സിമ്മിൽ വെച്ച് വേണം ചൂടാക്കാൻ. എന്നിട്ട് കേക്ക് വെച്ച് അടച്ച് വയ്ക്കണം. മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചേക്കണം. ഒരു 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേക്ക് റെഡിയാവും. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് റെഡിയായെന്നാണ് അർത്ഥം. അടുത്തത് 6 ഇഞ്ചിൻ്റെ കേക്കാണ്. അതിനായിട്ട് 1/2 കപ്പ് മൈദാമാവിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നേരത്തെ കണക്കിന് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനുശേഷം
ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ അല്ലെങ്കിൽ ചരുവ എടുത്തിട്ട് അതിനകത്ത് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. അതിൽ ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസും 3/4 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതിനു ശേഷം അതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ ചൂട് പാൽ, ചെറിയ ചൂടുള്ള പാലും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചെറുതായിട്ട് പതുക്കെ വേണം ഒഴിക്കുക, അടിച്ചൊഴിക്കരുത്, എന്നാൽ മുട്ട താന്നു പോവും. പതുക്കെ വേണം അതിലൊഴിച്ച് ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട താന്നു. നമ്മൾ പതുക്കെ വേണം മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതുപോലെ മാവ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വെക്കണം. സിമ്മിൽ വെച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി, റിങ്ങും ഇട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. ട്രേ നേരത്തെ തന്നെ ബട്ടർ പേപ്പറും ഗ്രീസും ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് ഒഴിക്കണം. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അതിൽ ഒന്ന് ടാപ്പ് ചെയ്യണം. സിക്സ് ഇഞ്ചിൻ്റെ ഞാൻ ഇതുപോലൊരു കുക്കറിലാണ് വെക്കുന്നത്. ഇത് നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്യാസ്കറ്റിൽ വെച്ചിട്ട് മുകളിലത്തെ വിസിൽ മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും മാവൊന്നും വെളിയിൽ വരാതെ നല്ല ക്ലീൻ ആയിട്ടാണ് സ്റ്റിക്ക് വരുന്നതെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. അകത്തൊക്കെ നല്ല വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് ഇളകി വരത്തുള്ളൂ. ആ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം 3 ഡ്രോപ്പ് മാംഗോ എസൻസ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് നല്ല തണുത്ത് കഴിഞ്ഞു. ഇനി സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് നല്ല ഇളകി വന്നോളും. നല്ല ഹൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നൈഫ് വെച്ച് ജസ്റ്റ് സൈഡ് ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ വരച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൂടി ത്രെഡ് കൊരുക്കാൻ പറ്റും. ഇതുപോലെ ത്രെഡ് കൊരുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ പിരിന്ന് വന്നോളും. കറക്റ്റ് നമുക്ക് ലെയർ കിട്ടും. ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ 8 ഇഞ്ചിൻ്റെതും ചെയ്യുന്നത്. 2 കേക്ക് ഞാൻ 2 ലെയറാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സ്പോഞ്ച് റെഡിയായി കഴിഞ്ഞു. ഇനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ഹൈറ്റുള്ള മഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്കോണിൻ്റെ പാക്കറ്റോ എന്തെങ്കിലും ഇതുപോലെ വെച്ചിട്ട് അതിനകത്ത് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുകയാണ്. അതിൻ്റെ പകുതി ഭാഗം ഇതുപോലെ താത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം നിറയ്ക്കണം. ഫുള്ള് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ പിടിക്കുന്ന ഭാഗം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇറുക്കി പിടിച്ച് ഒന്ന് കറക്കി വെച്ചാൽ മതി. എന്നിട്ട് താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇത്തിരി വലുതായിട്ട് തന്നെ ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/2 കപ്പ് മാംഗോ ക്രഷ് എടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ സൈസ് കേക്ക് ബോർഡാണ് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം. ഫസ്റ്റ് 8 ഇഞ്ചിൻ്റെ കേക്കാണ് ഫസ്റ്റ് ഐസിങ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ക്രീം വയ്ക്കുന്നതെന്ന് പറയുന്നത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യണം. അതിനുശേഷം ക്രീം ഇടണം. ക്രീം നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പം. അല്ലാതെ ഡയറക്റ്റ് ക്രീം ഇട്ട് നമുക്ക് ഐസിങ് നൈഫ് വെച്ച് ഫുള്ള് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ബിഗിനേഴ്സൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഈ ഒരു മെത്തേഡാണ്.
നല്ല രീതിയിൽ എല്ലായിടും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഐസിങ് നൈഫ് വെച്ച് ഒന്ന് കവർ ചെയ്യണം. കൂടെ തന്നെ സൈഡും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സൈഡിലും ഈ കവർ ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ കുറേ ആയി കാണും, അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ലെയറിങ് ആവും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ ക്രഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഷേക്ക് ചെയ്ത് ആ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം ക്രഷ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ വെള്ളം തെളിഞ്ഞിരിക്കുന്ന ഭാഗം ആദ്യം വരുന്നത്, എന്നാൽ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. നല്ല കട്ടിയുള്ള ഭാഗം തന്നെ എടുക്കാൻ നോക്കണം. ഇതുപോലെ നല്ല സ്പ്രെഡ് ചെയ്ത് ഫുള്ളാ കവർ ചെയ്തിട്ട് നമ്മൾ ആ കേക്കിൻ്റെ താഴത്തെ ലെയറാണ് മുകളിൽ വെക്കുന്നത്. അതാകുമ്പോൾ ക്രംസും കുറവായിരിക്കും, നല്ല പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടും കിട്ടും. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രംസും ഈ ക്രീമും എല്ലാം നല്ല സെറ്റാവും. അതാകുമ്പോൾ മെയിൻ കോട്ട് ചെയ്യുമ്പോൾ ക്രംസ് ഒന്നും പുറത്ത് വരത്തില്ല. ഇതിപ്പോൾ 2 ലെയർ കേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലും ഒക്കെ ഇതുപോലെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ആക്കുമ്പോഴത്തേക്കും ക്രം കോട്ടാവും. എല്ലായിടും ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി 6 ഇഞ്ചിൻ്റെ കേക്കാണ് ഐസിങ് ചെയ്യുന്നത്. ഇതിൽ ബോർഡിൽ ഡയറക്റ്റാണ് കേക്ക് വെക്കുകയാണ്, കാരണം ഈ കേക്ക് നമുക്ക് മറ്റേ ബോർഡിലോട്ട് ആക്കണം. ആദ്യത്തെ കേക്കിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ഐസിങ് ചെയ്തേക്കുന്നത്. ഇനി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. 2 കേക്ക് നല്ല സെറ്റായി കഴിഞ്ഞു. ഇനി 2 എണ്ണവും കൂടി എങ്ങനെയാണ് കട്ട് ചെയ്ത് ചേർത്ത് വെക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇത് ലെങ്തി ആയിട്ടുള്ള സ്റ്റിക്കോ ഈർക്കിലോ എടുത്തിട്ട് ആദ്യം 6 ഇഞ്ചിൻ്റെ കേക്കിൽ നിന്ന് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. ജസ്റ്റ് അതിൽ ഈ സ്റ്റിക്ക് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ക്രീം എവിടം വരെ ഉണ്ടോ അതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ സെയിം ലെങ്ത് തന്നെ 8 ഇഞ്ചിൻ്റെ കേക്കിലും എടുക്കുകയാണ്. അവിടെയും ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. 2 കേക്കിലെയും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിൻ്റെ ലെയറിങ് കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ലെയറിങ് തന്നെയാണ്. 2 കേക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ 6 ഇഞ്ചിൻ്റെ കേക്ക് ഇതിലെങ്ങനെ വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഐസിങ് നൈഫ് അടിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് പതുക്കെ എടുത്ത് വെച്ചാൽ മതി. എടുക്കേണ്ട, ജസ്റ്റ് നീക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ ട്രേയും അങ്ങ് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ 2ൻ്റെയും ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ റെക്റ്റാങ്കിൾ ബോർഡ് എടുത്തേക്കുന്നത്. ക്രീം ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി ചേർത്ത് വയ്ക്കാം. ഇനി ക്രീം വെച്ച് തന്നെ ആ 2 കട്ട് ചെയ്ത ഭാഗവും കൂടി ഒന്ന് സ്മൂത്താക്കാം. എന്ന് വെച്ചാൽ ആ ക്രാക്കേഴ്സ് ഒന്നും കാണാതെ നല്ല സ്മൂത്ത് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൽ മെയിൻ കോട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് മുകളിൽ ഗ്രീൻ വിപ്പിംഗ് ക്രീമും സൈഡിൽ വൈറ്റ് ക്രീമുമാണ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ ഒരു 6-7 ഡ്രോപ്പ് കളർ ജെല്ല് മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ കിട്ടും. ഇതിപ്പോൾ ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളർ ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുകളിൽ മാത്രമേ ഇതുപോലെ ഗ്രീൻ കളർ ചെയ്യുന്നുള്ളൂ. സൈഡിലൊക്കെ വൈറ്റ് കളർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഡ്രിപ്പും ചെയ്യുന്നുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. മുകളിലത്തെ ഭാഗമൊക്കെ നല്ല പോളിഷാക്കി എടുക്കുകയാണ്. കൂടെ നമുക്ക് സൈഡിലേയും ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം മുകളിലത്തത് ഐസിങ് നൈഫ് വെച്ച് സൈഡിൽ എൻ്റെ കയ്യിൽ പ്ലെയിൻ സ്ക്രാപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ കാർഡ്സില്ലേ അതിൻ്റെ അല്ലെങ്കിൽ ATM കാർഡ്, ഇതിലേതാണെങ്കിലും നമുക്ക് പ്ലെയിൻ സ്ക്രാപ്പറിന് വരെ യൂസ് ചെയ്യാം. മുകളിൽ വിപ്പിംഗ് ക്രീം പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഐസിങ് നൈഫ് സൈഡിൽ നിന്നും ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ മിക്സായി കളർ ഒരു ഭംഗി കാണത്തില്ല. വൈറ്റിൽ ഗ്രീനിൻ്റെ ഷെയ്ഡൊക്കെ കാണും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ആയിട്ട് തന്നെ എടുക്കുന്നത്. ഇനി അതിൽ ക്രീം ഇല്ലാത്ത ഭാഗത്ത് കുറച്ചും കൂടെയൊക്കെ ക്രീം ഇട്ട് നല്ല ക്ലീൻ പോളിഷ് ചെയ്തെടുക്കണം.
ഓരോ പ്രാവശ്യം ഐസിങ് ചെയ്യുമ്പോഴും നൈഫ് ക്ലീൻ ചെയ്തേക്കണം, എന്നാലേ നല്ല നീറ്റായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഡ്ജസ് ഒക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എഡ്ജസ് ഒക്കെ ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഇനി ഡ്രിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് 2:1 റേഷ്യോയിലാണ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും. 1 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തേക്കുന്നത്. അത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലൊരു 5-6 ഡ്രോപ്പ് കളർ ജെൽ ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ആവാൻ വെക്കുന്നു. മെൽറ്റ് ചെയ്ത ഗനാഷ് ചെറുതായിട്ടൊന്ന് തിക്കായതിന് ശേഷം അത് ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് 1 ഡ്രോപ്പ് വരുന്ന അത്രയും തിക്നെസ്സിൽ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ കേക്കിൻ്റെ എഡ്ജിൽ കുറച്ചായിട്ട് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. 1 ഡ്രോപ്പേ ഓരോ ഭാഗത്തും വീഴാവുള്ളൂ, കാരണം ഇത് നല്ല താഴോട്ട് ഇറങ്ങിക്കോളും. ഇനി ബങ്കറിനും വാട്ടർ ഹസാർഡിനും വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് രണ്ടിനും വരയ്ക്കുന്നത്. ഇതിന് കറക്റ്റായ ഷേപ്പൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ആ ഭാഗത്ത് ക്രീമാണ് മാറ്റുന്നത്, കേക്ക് മാറ്റുന്നില്ല. ആ ക്രീം മാത്രം മാറ്റി അവിടെ ചെറിയ ഒരു ഹോള് കണക്കാക്കിയാണ്. 2 സൈഡിലും ഇതുപോലെ ക്രീം മാറ്റുന്നുണ്ട്, അവിടെ ചെറിയൊരു ഹോള് ആക്കിയെടുക്കുകയാണ്. ഇനി ഇതിന് ചുറ്റും ഗ്രാസ് ചെയ്യുകയാണ്. അതിനായിട്ട് പൈപ്പിംഗ് ബാഗ് അതിൻ്റെ ടിപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഗ്രാസ് നോസിൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ പൊങ്ങിയിരുന്നോളും. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിൽ, അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നോളും. ഹസാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അരുവി കണക്കത്തെയാണ്. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷിൽ ബ്ലൂ ജെൽ കളർ ആഡ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു വേവി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ തൊട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടറിൻ്റെ ഒരു ലുക്ക് കിട്ടും. അടുത്തത് ബങ്കർ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് സാൻഡാണ്. അതിനായിട്ട് ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് താത്ത് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം, കുറച്ച് താന്നിരിക്കുന്നതാണ് ബങ്കർ എന്ന് പറയുന്നത്. ബങ്കറിൻ്റെ അടുത്ത് ഒരു ഫ്ലാഗും വയ്ക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോളും വയ്ക്കുന്നുണ്ട്, ഹോളും ഇട്ടിട്ടുണ്ട്, സ്ട്രോ വെച്ചൊരു ഹോളും ഇട്ട്. ഈ ഫ്ലാഗ് ചോക്ലേറ്റ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്, ആ ചോക്ലേറ്റ് ബോൾ തന്നെയാണിത്. റെഡി ആയി കഴിഞ്ഞു. ഹോള് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ബ്ലൂ കളർ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് നമ്മൾ ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്തതാണ്. ഇതാണ് ഗോൾഫ് തീം കേക്ക്. നല്ല മാംഗോ ഫ്രോസ്റ്റിംഗ് ഗോൾഫ് തീം കേക്കാണിത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.